വിഷ്ണുമൂർത്തിയുടെ ഐതിഹ്യം. വിഷ്ണുമൂർത്തി തെയ്യം ഉത്തര കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ള തെയ്യമാണ്. അംഗത്തിനും പടയ്ക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യങ്ങൾക്കും നരിവിളിക്കും തുണയരുളുന്ന ദേവൻ കൂടിയാണ് വിഷ്ണുമൂർത്തി. മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരമാണ് വിഷ്ണുമൂർത്തി. അതുകൊണ്ട് വിഷ്ണുമൂർത്തിയുടെ ഐതിഹ്യം നരസിംഹ പുരാണവുമായി ബന്ധപ്പെട്ടതാണ്. അസുര സഹോദരങ്ങളായ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെതും ലോകപീഡങ്ങൾ ദേവന്മാർക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഹിരണ്യാക്ഷനെ വധിക്കാനായി മഹാവിഷ്ണു വരാഹ അവതാരം സ്വീകരിച്ചു. ഹിരണ്യാക്ഷൻ്റെ മരണത്തെ തുടർന്ന് കോപാകുലനായ ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ വാങ്ങി. ആ വരബലം ഇപ്രകാരമായിരുന്നു: മനുഷ്യനോ മൃഗമോ കാരണം തനിക്ക് മരണം സംഭവിക്കരുത്, ആയുധം കൊണ്ടോ കൊല്ലാൻ സാധിക്കരുത്, രാത്രിയോ പകലോ മരണം സംഭവിക്കരുത്, അകത്തോ പുറത്തോ വെച്ച് കൊല്ലാൻ സാധിക്കരുത്, ആകാശത്തോ പാതാളത്തിലോ ഭൂമിയിലോ വെച്ച് തനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയ ഈ വരങ്ങളാൽ ഹിരണ്യകശിപു ഈ 3 ലോകവും കീഴടക്കി. ഭൂമിയിൽ ആരും ദേവനാമം ഉച്ചരിക്കരുതെന്നും ഹിരണ്യകശിപു വിലക്കി. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കായതു ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ദിവസം നായാട്ടിന് പോയ ഹിരണ്യൻ തിരിച്ചു വരാൻ ഏറെ വൈകി. ഭർത്താവിനെ അന്വേഷിച്ച് കായതു കാട്ടിലേക്ക് പോയപ്പോൾ വേഷം മാറി നാരായണ മഹർഷി കായതു കേൾക്കാതെ കായതുവിൻ്റെ വയറിനോട് ചേർന്ന് ഗർഭശിശുവിനെ നാരായണ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. 10 മാസം തികഞ്ഞപ്പോൾ കായതു ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രഹ്ലാദൻ എന്നു പേരുമിട്ടു. കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാരായണ മന്ത്രം ഉരുവിടാൻ തുടങ്ങി. അവൻ പരമ വിഷ്ണുഭക്തനായി തീർന്നു. പല രീതിയിൽ ഉപദേശിച്ചിട്ടും പ്രഹരമേൽപ്പിച്ചിട്ടും ഹിരണ്യായ നമഃ എന്ന് പറയുവാനോ നാരായണ മന്ത്രം ഉപേക്ഷിക്കുവാനോ പ്രഹ്ലാദൻ തയ്യാറായില്ല. പ്രഹ്ലാദനെ കൊല്ലാനായി വാൾ ഉയർത്തിപ്പിടിച്ച് ഹിരണ്യൻ ഇങ്ങനെ ചോദിച്ചു: എവിടെയുണ്ട് നിന്റെ നാരായണൻ? ഉടൻ തന്നെ പ്രഹ്ലാദൻ ഒട്ടും സന്ദേഹമില്ലാതെ പറഞ്ഞു: ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും എൻ്റെ നാരായണൻ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചിത്രത്തൂണിൽ നോക്കി ഹിരണ്യൻ ചോദിച്ചു: ഇതിലുമുണ്ടോ നിന്റെ നാരായണൻ എന്ന്? ഉണ്ടെന്ന മറുപടി കേട്ട ഉടനെ ഹിരണ്യൻ വാളെടുത്ത് ഉയർത്തി വെട്ടിപ്പിളർന്നു. ഉടൻ തന്നെ ഒരു നരസിംഹരൂപം തൂണിൽ നിന്നും പുറത്തു ചാടി. ഇടിനാദം മുഴങ്ങുന്ന ശബ്ദത്തോടെ പുറത്തു വന്ന നരസിംഹമൂർത്തിയും ഹിരണ്യകശിപുവും തമ്മിൽ യുദ്ധമായി. നരസിംഹമൂർത്തി ഹിരണ്യനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി സന്ധ്യ വരെ പിടിച്ച പിടിയാലെ നിന്നു. രാവും പകലും അല്ലാതെ ത്രിസന്ധ്യാനേരത്ത് ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലുമല്ലാതെ മടിയിൽ വെച്ച്, അകത്തോ പുറത്തോ അല്ലാതെ വാതിൽപ്പടിയിൽ ഇരുന്ന്, ആയുധങ്ങൾ ഇല്ലാതെ നഖം കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ നെഞ്ച് പിളർന്ന് രുധിരം പാനം ചെയ്തു. അഗ്നിശുദ്ധി വരുത്തി ശാന്തനായ നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെയും മാതാവ് കായതുവിനെയും അനുഗ്രഹിച്ചു. അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയിട്ടും മതിപോരാ എന്ന അവസ്ഥ കരുതി കലിയുഗത്തിൽ ഭക്തർക്ക് ആരാധിക്കാൻ ഒരു പരദേവതയെ വേണമെന്ന ദേവന്മാരുടെ ആഗ്രഹപ്രകാരം നരസിംഹമൂർത്തി വടക്ക് നിന്ന് തെക്കോട്ടെത്തി. വടക്ക് മംഗലാപുരത്ത് കോവിൽക്കുഴിപ്പാട് തറവാട്ടിൽ കുടിയിരുന്ന നരസിംഹമൂർത്തി മലനാട്ടിലേക്ക് എഴുന്നള്ളിയത് പാലന്തായി കണ്ണൻ എന്ന തീയ സമുദായത്തിൽപ്പെട്ട വ്യക്തിയുടെ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. നീലേശ്വരം പള്ളിക്കര ഗ്രാമത്തിലെ ജന്മിയായിരുന്ന കുറുവാട്ടുകുറുപ്പിൻ്റെ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു കണ്ണൻ. കുറുവാട്ടുകുറുപ്പിൻ്റെ മരുമകളുമായി ഇടർച്ചയിലായിരുന്നു. പിന്നീട് കുറുവാട്ടുകുറുപ്പിനെ പേടിച്ച് നാടുവിടുന്നതുമാണ് കണ്ണൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം. കണ്ണൻ തൻ്റെ നാടുപേക്ഷിച്ച് നീലേശ്വരം, ചിത്താരി, തൃക്കണ്യാൽ, കാഞ്ഞിലോട്, കുമ്പള, ചിറിയ, മഞ്ചേശ്വരം, ഉള്ളാളം എന്നീ പുഴകൾ കടന്ന് മംഗലാപുരത്തെത്തി.
അങ്ങനെ കണ്ണൻ മംഗലാപുരത്ത് ജപ്പിലകത്ത് കോവിൽക്കുടിപ്പാട് തറവാട്ടിൽ ഒരു വിഷ്ണുഭക്തയായ തുളസിയെ കാണാനിടയായി. അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു. അവിടെ ആ തണ്ടാർ മാതാവ് എന്നും നരസിംഹമൂർത്തിക്ക് പള്ളിയറയിൽ പാൽ കറന്ന് നിവേദ്യമായി വെക്കുമായിരുന്നു. അങ്ങനെ കണ്ണൻ ഒരു വ്യാഴവട്ടക്കാലം അവിടെ താമസിച്ചു. ഒരു നാൾ കണ്ണൻ തണ്ടാർ മാതാവ് പാലന്തായി കണ്ണൻ എന്ന് പള്ളിയറയ്ക്ക് അകത്തുവെച്ച പാലിനെ ഉദ്ദേശിച്ച് ചോദിച്ചു. പിന്നീട് കണ്ണൻ്റെ പേരായി മാറുകയും ചെയ്തു. ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയ കണ്ണൻ്റെ നിദ്രയ്ക്കൽ സ്വപ്നമായി വന്ന് നരസിംഹമൂർത്തി ഒരു കാര്യം ആവശ്യപ്പെട്ടു. തൻ്റെ സ്വന്തം പ്രദേശത്തേക്ക് തിരിച്ചു പോകണം എന്നായിരുന്നു ആ ആവശ്യം. അങ്ങനെ കണ്ണൻ പള്ളിയറയിൽ നിന്ന് ചുരികയും ഓലക്കുടയുമെടുത്ത് സ്വന്തം നാടായ നീലേശ്വരത്തേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു. തണ്ടാർ മാതാവിൽ നിന്ന് അനുവാദം വാങ്ങി യാത്രയായി. അങ്ങനെ ചുരികയിൽ വിഷ്ണുമൂർത്തിയും കൂടെ എഴുന്നള്ളി. തിരികെ നാട്ടിലെത്തിയ കണ്ണൻ ബാല്യകാല സുഹൃത്തായ കനത്താടൻ മണികാളിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. കണ്ണൻ നാട്ടിലെത്തിയ വിവരം കുറുവാട്ടുകുറുപ്പ് അറിഞ്ഞു. കദളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ കണ്ണനെ കുറുവാട്ടുകുറുപ്പ് വെട്ടിയരിഞ്ഞു. കദളിക്കുളം ചോരക്കുളമായി മാറി. കണ്ണൻ്റെ ചുരിക തനിയെ തുള്ളാനും ഇളകാനും തുടങ്ങിയിരുന്നു. തിരികെ വീട്ടിലെത്തിയ കുറുപ്പിന് സർവത്ര അനർത്ഥങ്ങളാണ് കാണാൻ സാധിച്ചത്. കന്നുകാലികൾ ചത്തൊടുങ്ങി. നാട്ടിലാകെ പകർച്ചവ്യാധികൾ പടർന്നു. ഭഗവാൻ വിഷ്ണുമൂർത്തി കുറുപ്പിൻ്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയുമായി തീർത്തു. തുടർന്ന് പ്രശ്നചിന്ത നടത്തിയപ്പോൾ കണ്ണൻ്റെ കൂടെ പരദേവതയുണ്ടെന്നും വിഷ്ണുമൂർത്തിക്കും പരദേവതയുടെയും പരമഭക്തനായ പാലന്തായി കണ്ണനും കോട്ടപ്പുറത്ത് പള്ളിയറ പണിഞ്ഞ് കളിയാട്ടം നടത്തണമെന്നും രാശിചക്രത്തിൽ തെളിഞ്ഞു. അങ്ങനെ കോട്ടപ്പുറം വൈകുണ്ഠക്ഷേത്രമുണ്ടായി. കോട്ടപ്പുറം വൈകുണ്ഠക്ഷേത്രം, ചെമ്മേനിമുണ്ടി ഇത് രണ്ടുമാണ് വിഷ്ണുമൂർത്തിയുടെ പ്രധാന സ്ഥലം. വിഷ്ണുമൂർത്തിയെ ഒറ്റക്കോലമായി അഥവാ തീച്ചാമുണ്ടിയായി കെട്ടാറുണ്ട്. കുചേലൻ്റെതായിരിക്കുന്ന ഒരു ഭൂമി അല്ലേ, കുചേലൻ കുബേരനായി അല്ലേ, ധനികനായി. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഭഗവാനായിരുന്നു അല്ലേ. നിങ്ങൾ ഇന്ന് കൽപ്പിച്ചിരിക്കുന്ന ഈ ഭോജനം ഞാൻ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ തറവാടിനകത്തൂട് കേട്ടാ അതിന്റെ ഗുണം ഭഗവാൻ കാണിച്ചു തരും. സന്തോഷമല്ലേ? ഇനി ഏവർക്കും ഞാൻ മടിപിടിച്ച് അല്ലേ മുന്നാഴി തന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.